തിരുവനന്തപുരം MG കോളേജ് മൈതാനത്തും പരിസരത്തും ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരു പറ്റം ബാല്യകാല സുഹൃത്തുക്കൾ വർഷങ്ങൾക്കു ശേഷം ഒത്തുകൂടാൻ തീരുമാനിക്കുന്നു. 2020 രൂപം കൊണ്ട ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ അവർ ഒന്നിക്കുന്നു. കളി യാഥാർത്ഥ്യമാകാൻ വീണ്ടും 2 വർഷം കാത്തിരിക്കേണ്ടി വരും. കുടുംബജീവിതത്തിൻ്റെയും ഉദ്യോഗത്തിൻ്റെയും തിരക്കിൽ നിന്ന് വീണ്ടും കളിയും സൗഹൃദവും സമന്വയിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് TSKയുടെ പിറവിയായി. 2022 മാർച്ച് മാസത്തിൽ ഏണിക്കര ഫീൽഡ് സ്പോർട്സ് ഹബിൽ TSKയുടെ ആദ്യ മത്സരം നടന്നു. 10 പേരിൽ നിന്ന് 65 പേരിലേക്കുള്ള യാത്ര അവിടെ ആരംഭിക്കുന്നു. മിത്രങ്ങളും സഹപ്രവർത്തകരും പരിചയക്കാരുമൊക്കെയായി മെല്ലെ മെല്ലെ ഈ കൂട്ടായ്മ വളർന്നു വന്നു. കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള നടത്തിപ്പിനും ഭാവി കാര്യങ്ങൾക്ക് ദിശാബോധം നൽകുവാനുമായി TSK അഡ്വൈസറി കമ്മിറ്റി നിലവിൽ വരും. TSK അഡ്വൈസറി കമ്മിറ്റി ആദ്യം ഒരു ഇന്റർ ടൂർണമെന്റ് നടത്താൻ തീരുമാനിക്കുന്നു. വെൺപാലവട്ടം ട്രിംഫ് ടർഫിൽ നടന്ന ടൂർണമെന്റിൽ 4 ടീമുകൾ മാറ്റുരച്ചു. അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചു. ബെസ്റ്റ് ബാറ്റ്സ്മാൻ, ബെസ്റ്റ് ബോളർ, ഫീൽഡർ, മാൻ ഓഫ് ദ മാച്ച്, മാൻ ഓഫ് ദ സീരീസ്, ഫെയർ പ്ലേ, ബെസ്റ്റ് കീപ്പർ തുടങ്ങിയ അവാർഡുകളും ഏർപ്പെടുത്തിയിരുന്നു. ഈ ടൂർണമെന്റ് ഒരു വൻ വിജയമായിരുന്നു. കുട്ടികളെയും ഭാഗവാക്കാക്കി ചെറിയ കായിക പരിപാടികൾ സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഒരു ടീം ജേഴ്സി വേണം എന്ന അഭിപ്രായത്തിൽ ആദ്യ ടീം ജേഴ്സി പ്രകാശനം നടത്തുന്നു. സ്മാർട്ട് കമ്പ്യൂട്ടേഴ്സ് സ്പോൺസർ ചെയ്ത ജേഴ്സി പ്രകാശനം ആവേശമുളവാക്കുന്ന ഒരു ദിനമായി. ടീം അംഗങ്ങൾ എല്ലാം ആവേശത്തോടെ തങ്ങളുടെ ആദ്യ ജേഴ്സി ഏറ്റുവാങ്ങി. ദേവൻ, അർജുൻ ദേവ്, അശ്വിൻ ദേവ്, ശ്രീനവ്, മീനു അങ്ങനെ കുഞ്ഞുങ്ങളും ടീം ജേഴ്സിയുടെ ഭാഗമായി. ടീം TSK പുറത്തുള്ള ടീമുകളുമായി സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ ആരംഭിക്കുന്നു. തുടർന്ന് അംഗങ്ങൾ കൂടി വരുന്നതനുസരിച്ച് ശാസ്തമംഗലം അർക്കാഡിയം സ്പോർട്സ് ഹബ് ഹോം ഗ്രൗണ്ട് ആക്കി എല്ലാ ഞായറാഴ്ചകളിലും പരിശീലന മത്സരങ്ങൾ തുടർന്നു വന്നു. അർക്കാഡിയം സ്പോർട്സ് ഹബും നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഇൻഡിപെൻഡൻസ് കപ്പ് 2022 ആയിരുന്നു TSK ആദ്യമായി പങ്കെടുത്ത ടൂർണമെന്റ്. അവിടെ കമന്ററി പറയാനുള്ള അവസരവും TSK ടീം അംഗങ്ങൾക്ക് ലഭിച്ചു. തുടർന്ന് എല്ലാ ആഴ്ചയും പരിശീലന മത്സരങ്ങൾ തുടർന്നു വന്നു. സ്മാർട്ട് കമ്പ്യൂട്ടേഴ്സ് മുഖ്യ സ്പോൺസറായിട്ടുള്ള സീസൺ 2 നവംബർ 2022 നടത്തി. ഷിബു ചേട്ടൻ, മനുചേട്ടൻ, ദീപു ചേട്ടൻ, നിഷാദ് ചേട്ടൻ, ഷഫീഖ് ജി തുടങ്ങിയ മുതിർന്ന അംഗങ്ങൾക്ക് TSKയുടെ സ്നേഹാദരം. 4 ടീമുകൾ അണിനിരുന്ന ഈ ടൂർണമെന്റിൽ അതാത് ടീമുകൾ പ്രത്യേകം ടീം ജേഴ്സിയുമായി അണിനിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മാൻ ഓഫ് ദ മാച്ച്, ബെസ്റ്റ് ബോളർ, ബെസ്റ്റ് ബാറ്റ്സ്മാൻ, മോസ്റ്റ് സിക്സസ്, ബെസ്റ്റ് കീപ്പർ, ബെസ്റ്റ് ഫീൽഡർ, എബവ് 40, ഫെയർ പ്ലേ തുടങ്ങി നിരവധി അവാർഡുകൾ ഈ സീസണ് മാറ്റുകൂട്ടി. ഉള്ളൂർ, വെൺപാലവട്ടം തുടങ്ങി വിവിധ ടർഫുകളിൽ ടീം TSK കളിച്ചു വന്നു. എയർപോർട്ട് ടീം, അമ്പലത്തറ ബോയ്സ് ടീം, വട്ടിയൂർക്കാവ് സ്മാഷേഴ്സ് തുടങ്ങി വലുതും ചെറുതുമായ നിരവധി ടീമുകളുമായി TSK ടീം ഏറ്റുമുട്ടി. മുടക്കമില്ലാതെ പരിശീലന മത്സരങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും നടന്നു. നമ്മുടെ ടീം അംഗമായ ടിങ്കു എന്ന വിപിൻ രാജിന്റെ മകൻ വസുദേവന് TSKയുടെ സ്നേഹസമ്മാനം. TSK അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വസുദേവന്റെ നൂലുകെട്ട് ചടങ്ങ് സമ്പുഷ്ടമായിരുന്നു. ആദ്യ അവസാനം സദ്യവിളമ്പൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ TSK അംഗങ്ങളുടെ കയ്യിൽ ഭദ്രം. ഒത്തൊരുമയോടെ ആതിഥ്യ മര്യാദയുടെ ഉദാത്ത ഉദാഹരണമായി നാം എല്ലാവരും ആ കുടുംബത്തിലെ അംഗങ്ങളായി അലിഞ്ഞു ചേർന്നു. TSKയുടെ മുതിർന്ന അംഗമായ ഷഫീഖ് ജിയുടെ സ്മാർട്ട് കമ്പ്യൂട്ടേഴ്സ് നവീകരിച്ച തൈക്കാട് ഷോറൂം ഉദ്ഘാടനം TSK അംഗങ്ങളുടെ സാന്നിധ്യം ആദ്യ അവസാനം ഉണ്ടായിരുന്നു.
TSKയുടെ ആദ്യ ആനിവേഴ്സറി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയുണ്ടായി. അംഗബലം കൂടി വരുന്നതനുസരിച്ച് ഹോം ഗ്രൗണ്ടായി ഏണിക്കര ഫീൽഡ് സ്പോർട്സ് ഹബ് മാറി. സ്മാർട്ട് കമ്പ്യൂട്ടേഴ്സ് സ്പോൺസർ ചെയ്ത സീസൺ 3 വെൺപാലവട്ടം ടർഫിൽ നടന്നു. സിസ്റ്റം ബേസ്ഡ് ഓപ്ഷൻ ഇവിടെ ആദ്യമായി ആരംഭിക്കുകയായിരുന്നു. ഇത്തവണ 5 ടീമുകളാണ് ഉണ്ടായിരുന്നത്. മാൻ ഓഫ് ദ മാച്ചായി ടീം ലോഗോ പ്രിന്റ് ചെയ്ത തൊപ്പികളാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകതയായി ഉണ്ടായിരുന്നത്. ഇത്തവണയും വ്യത്യസ്ത ടീം ജേഴ്സിയിൽ ടീമുകൾ അണിനിരന്നു. വിജയിച്ച ടീം ഓണറിന് TSK ഒരു ബാറ്റായിരുന്നു പ്രത്യേക സമ്മാനമായി നൽകിയത്. എല്ലാ മത്സരങ്ങളിലും മാൻ ഓഫ് ദ മാച്ച്, മാൻ ഓഫ് ദ സീരീസ്, ബെസ്റ്റ് ബാറ്റ്സ്മാൻ, ബെസ്റ്റ് ബോളർ, ബെസ്റ്റ് കീപ്പർ, മോസ്റ്റ് സിക്സേഴ്സ്, എനർജറ്റിക് പ്ലെയർ, എബോവ് 40, ഫെയർ പ്ലേ, തേർഡ് പ്ലേസ് തുടങ്ങിയ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. ആദ്യമായി പുറത്തുനിന്നും അമ്പയർമാരെ വെച്ച് ടൂർണമെന്റ് നടത്തിയത് ഈ സീസണിലാണ്. എട്ടംഗ അഡ്വൈസറി കമ്മിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത്. ഒരു പുതിയ ടീം ജേഴ്സി വേണം എന്ന അഭിപ്രായം ഉയർന്നു വരികയും ടീം അംഗങ്ങൾ തീരുമാനിച്ച പുതിയ ജേഴ്സിയുടെ പ്രകാശനം 2023 ഓഗസ്റ്റ് 15 നടത്തുകയും ചെയ്തു. ഒരു മിനി ടൂർണമെന്റ് ഇൻഡിപെൻഡൻസ് കപ്പ് എന്ന പേരിൽ നടത്തി. വലിയ ആവേശത്തോടു കൂടിയാണ് ഇപ്പോഴും തുടരുന്ന ഈ ടീം ജേഴ്സി അംഗങ്ങൾ കൈപ്പറ്റിയത്. നമ്മുടെ ടീമംഗമായ ജയദേവന്റെ ഗൃഹപ്രവേശം പ്രഭാതം മുതൽ പ്രദോഷം വരെ TSK അംഗങ്ങളുടെ കയ്യിൽ ഭദ്രമായിരുന്നു. വിളമ്പൽ ഉൾപ്പെടെ ആദ്യ അവസാനം TSK അംഗങ്ങൾ ആ സുദിനത്തിൽ ജയദേവന്റെയും കുടുംബത്തിന്റെയും സന്തോഷത്തിൽ പങ്കാളികളായി. വർദ്ധിച്ച വീര്യത്തോടെ ഏണിക്കര ടർഫിൽ പരിശീലന മത്സരങ്ങൾ തുടർന്നു വന്നു. എല്ലാ ആഴ്ചകളിലും ടീം അംഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും കളികളുടെ ഭാഗമാക്കി കഴിയുന്ന വിധം അവരെയും ഉൾപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ചു വന്നു. ഈ കാലയളവിൽ പ്ലെയർ ഓഫ് ദ ഡേ, പ്ലെയർ ഓഫ് ദ മന്ത് എന്നിവ ഏർപ്പെടുത്തി. കളികൾ കൂടുതൽ മികവുറ്റതാക്കാനും ടീം അംഗങ്ങളുടെ ക്ഷേമത്തിൽ ഊന്നൽ നൽകുവാനും എന്നും അഡ്വൈസറി കമ്മിറ്റി ശ്രദ്ധിച്ചു വന്നു. ഡിസംബർ 2023 നടത്തിയ TSK ചാമ്പ്യൻസ് ലീഗ് സീസൺ 4 കോവളം ടർഫിൽ സംഘടിപ്പിച്ചു. ഗ്രീൻ കാസ്കേഡ് ദ കംപ്ലീറ്റ് ഗാർഡനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് കോൺസെപ്റ്റ്സ് മുഖ്യ സ്പോൺസർ ചെയ്ത സ്മാർട്ട് കമ്പ്യൂട്ടേഴ്സ് തൈക്കാട് ഉപസ്പോൺസറും ആയിരുന്ന ഈ ടൂർണമെന്റ് ആദ്യമായി പ്രൊജക്ടർ സംവിധാനത്തിൽ ഓപ്ഷൻ നടത്തിക്കൊണ്ട് ശ്രദ്ധ നേടി. നാം ഒരു പടി വീണ്ടും മുന്നോട്ട് പോയി. 9 അംഗങ്ങൾ വീതമുള്ള 3 ടീമുകളായിരുന്നു ഈ ടൂർണമെന്റിന് ഉണ്ടായിരുന്നു. ഇമ്പൾസ് വിഷൻ HR കൺസൾട്ടൻസ്, ചിരാഗ് ഫോട്ടോ സ്റ്റുഡിയോസ് എന്നിവരും കോ സ്പോൺസർമാരായിരുന്നു. അമ്പയർമാർക്ക് TSKയുടെ സ്നേഹാദരം. ചാമ്പ്യൻസ് ട്രോഫി, റണ്ണേഴ്സ് അപ്പ്, തേർഡ് പൊസിഷൻ, മാൻ ഓഫ് ദ മാച്ച് തുടങ്ങിയ എല്ലാ അവാർഡുകളും ഇത്തവണയും തുടർന്നു. കളിക്കിടയിലെ ഒഴിവു നേരത്തിൽ TSK അംഗങ്ങൾ ഒരുമിച്ച ഒരു ഉല്ലാസ സായാഹ്നം. TSK അംഗമായ
ഗോകുലിന് വിദേശത്ത് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഫെയർവെൽ ചടങ്ങുകളും നടന്നു. TSK അംഗമായ വിപിൻ രാജിന്റെ മകൻ വസുദേവന്റെ 1ാം പിറന്നാൾ മറക്കാനാവാത്ത ഒരു ദിനമായിരുന്നു. ആടിയും പാടിയും നൃത്തച്ചുവടുകൾ വെച്ചും ആ ദിനം അംഗങ്ങൾ ഉത്സവമാക്കി. ടീം അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് സമൃദ്ധമായിരുന്നു ആ സായാഹ്നം. TSK 2nd ആനിവേഴ്സറി ഒരു ആനിവേഴ്സറി കപ്പായി നടത്തി ആഘോഷിച്ചു. ഇത്തവണ എല്ലാ കളിക്കാർക്കും അവസരം ലഭിക്കണം എന്ന രീതിയിൽ ചാൻസ് ടൂർണമെന്റായിട്ടാണ് അത് നടത്തിയത്. 4 ഓണർമാരുടെ നേതൃത്വത്തിൽ ബിഡ് സംവിധാനത്തിൽ ആണ് ടീം തിരഞ്ഞെടുപ്പ് നടത്തിയത്. കേക്ക് മുറിച്ച് നാം ആ ആഹ്ലാദ നിമിഷങ്ങൾ ആസ്വദിച്ചു. മാൻ ഓഫ് ദ മാച്ച്, മാൻ ഓഫ് ദ സീരീസ് തുടങ്ങി അവാർഡുകളും എല്ലാവർക്കും നൽകി. നമ്മുടെ ടീമംഗമായ ശബരിയുടെ സഹോദരിയുടെ വിവാഹം, പത്മരാജിന്റെ മകൻ ദക്ഷിതിന്റെ പിറന്നാൾ, ജീവന്റെ മകളുടെ പിറന്നാൾ, അനീഷിന്റെ ഗൃഹപ്രവേശം തുടങ്ങിയ എല്ലാ സന്തോഷവേളകളിലും TSK ടീമംഗങ്ങൾ ആവേശത്തോടെ പങ്കുചേർന്നു. ഓഗസ്റ്റ് 15, 2024 ഇൻഡിപെൻഡൻസ് കപ്പ് എന്ന പേരിൽ സീസൺ 5 നടത്തുകയുണ്ടായി. ഫിറ്റ് ഹാക്കേഴ്സ് സ്പോർട്സ് ഹബ് വെഞ്ഞാറമൂടിലായിരുന്നു ആ ടൂർണമെന്റ് നടന്നത്. കൃഷ്ണതീരം ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, G-Star സ്പോർട്സ് ഷോപ്പ്, സ്മാർട്ട് കമ്പ്യൂട്ടേഴ്സ്, അഗിര ബുട്ടിക് എന്നിവർ സ്പോൺസർ ചെയ്ത സീസൺ 5 ഒരു വൻ വിജയമായിരുന്നു. 4 ടീമുകൾ പങ്കെടുത്ത ഈ ടൂർണമെന്റിൽ 3rd പ്രൈസ്, റണ്ണേഴ്സ് അപ്പ്, വിന്നേഴ്സ് ട്രോഫി, മാൻ ഓഫ് ദ മാച്ച് തുടങ്ങിയ എല്ലാ അവാർഡുകളും ഉണ്ടായി. ഈ കാലയളവിൽ ടീമംഗങ്ങളുടെ പിറന്നാൾ ആഘോഷങ്ങൾ കളി ദിവസങ്ങളിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു പോകുന്നു. ടീമംഗങ്ങളായ പ്രകാശ്, അല്ലമീൻ, ബിനു എന്നിവരുടെ കുഞ്ഞുമക്കളെ കാണുവാനും TSKയുടെ സ്നേഹ സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. മാരുതി ഇൻഡസ് ടൂർണമെന്റിൽ TSK ടീമംഗങ്ങൾ അമ്പയർസ്, സ്കോറിംഗ് ആൻഡ് കമന്ററി ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുന്ന അഡ്വൈസറി കമ്മിറ്റി കാലക്രമത്തിൽ നിയമാവലികൾ ഉണ്ടാക്കുകയും ഭേദഗതികൾ വരുത്തുകയും കൂട്ടായ്മയെ ദിശാബോധത്തോടെ നയിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. ഒരു ക്രിക്കറ്റ് കൂട്ടായ്മ മാത്രമല്ല TSK, മറിച്ച് ഒരു സ്നേഹ കൂട്ടായ്മയാണ്. തർക്കങ്ങളും പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസവും ഉള്ളപ്പോഴും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി മുന്നോട്ടു പോകാൻ സാധിച്ചത് സ്നേഹക്കൂട്ടായ്മ ആയതുകൊണ്ട് മാത്രമാണ്. ടീമംഗങ്ങളുടെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും TSK അംഗങ്ങൾ സഹോദരത്തോടെ പങ്കുചേർന്നു. TSK അംഗമായ ജയദേവന്റെ അമ്മ
ഷെഫീഖിൻ്റെ പിതാവ്, ബിനു, മനുചേട്ടൻ എന്നിവരുടെ പിതാവ്, സന്നലിൻ്റെ അളിയൻ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. പരുക്കുകളും അനാരോഗ്യവും പലപ്പോഴും അലട്ടുമ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ഈ കൂട്ടായ്മയുടെ പോസിറ്റീവ് വൈബാണ്. വ്യത്യസ്ത തൊഴിൽ, സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ളവർ വലിപ്പച്ചെറുപ്പമില്ലാതെ പരസ്പരം ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് കളിക്കളത്തിനകത്തും പുറത്തും ഉള്ള അംഗങ്ങളുടെ പ്രത്യേകത. എല്ലായ്പ്പോഴും TSK അംഗങ്ങൾ ഒരു പരസ്പര ബഹുമാനത്തോടെയാണ് പെരുമാറിപ്പോരുന്നത്. പുതിയ അംഗങ്ങളും അത് അനുവർത്തിച്ചു വരുന്നു. പുതിയ അംഗങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിലും കൂട്ടായ്മയെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്നതിനും കാലക്രമത്തിൽ അഡ്വൈസറി കമ്മിറ്റി പ്രയത്നിച്ചു പോന്നു. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ഇന്ന് പങ്കെടുക്കാനാവാത്ത അംഗങ്ങളുടെ ദുഃഖത്തിലും TSK പങ്കുചേരുന്നു. പുതുവർഷത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഈ വേളയിൽ കൂടുതൽ മികവുറ്റ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് TSKയുടെ ശുഭപ്രതീക്ഷ. ജനുവരി മാസത്തിൽ നടത്താനിരിക്കുന്ന സീസൺ 6 ഉല്ലാസയാത്ര തുടങ്ങിയ പദ്ധതികൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. ഊഷ്മളമായ ഒരു അന്തരീക്ഷം കളിക്കളത്തിനകത്തും പുറത്തും കാത്തുസൂക്ഷിക്കാൻ TSK അഡ്വൈസറി കമ്മിറ്റി എന്നും പ്രതിജ്ഞാബദ്ധരായിരുന്നു. TSK ടീമംഗമായ ശബരിക്ക് ഒരു കാർ അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ആശുപത്രിയിൽ താങ്ങും തണലുമായി TSK അംഗങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ടീമംഗമായ ബിപിൻ രാജ് ആശുപത്രിയിൽ ആയിരുന്ന അവസരത്തിലും ബ്ലഡ് കൊടുക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും TSK അംഗങ്ങൾ ആശുപത്രിയിൽ ഒരു മനസ്സോടെ അണിചേർന്നു. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഈ കൂട്ടായ്മയുടെ ആദ്യ ഒത്തുചേരൽ നടക്കുന്ന ഈ സായാഹ്നം ധന്യമാണ്. കുടുംബവും കുട്ടികളും കൂടി അണിചേരുന്ന TSKയുടെ ഈ സംഗമം ഈശ്വര സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. സ്നേഹ സാഹോദര്യത്തിൻ്റെ ഈ ദിനത്തിൽ TSKയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സുസ്വാഗതം.